ഓണാട്ടുകര മേഖലയിലെ പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജനങ്ങളിലെത്തിക്കാനും കർഷകരുടെ ഉന്നമനത്തിനും പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ഓടനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടേതായ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ കേരള ഗ്രോ ബ്രാൻഡഡ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പത്തിയൂരിൽ നടന്നു. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാട്ടുകര മേഖലയിലെ പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കർഷകരുടെ ഉന്നമനത്തിനും വിഷരഹിതവും പോഷക സമൃദ്ധവും ആരോഗ്യദായകവുമായ ഭക്ഷ്യവസ്തുക്കളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ICAR, CPCRI, നബാർഡ് എന്നീ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ പത്തിയൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഓടനാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. ഇതിന്റെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആലപ്പുഴ ജില്ലയിൽ ആദ്യത്തെ കേരള ഗ്രോ ബ്രാൻഡഡ് ഔട്ട്ലെറ്റായി മാറ്റിയിരുന്നു. ഇതിന്റെ ഉദ്ഘാടനമാണ് പത്തിയൂരിൽ നടന്നത്. മേജർ പത്തിയൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ് കേരള ഗ്രോ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം ഒരു മൂവ്മെന്റിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിന്തിച്ചിതറി അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഇതുപോലെ കൃഷിയും. ഒരുപാട് കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ അത് അവിടെ ഇവിടെയൊക്കെയാണ്. അതിനെല്ലാം ഒന്ന് അടുക്കി വെച്ച് ധാരാളം കൃഷി എന്ന് പറഞ്ഞ ഒരു വലിയ അത് ബിസിനസ് അല്ലെന്നും വ്യവസായം അല്ലെന്നും അതൊരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണെന്നും തിരിച്ചറിഞ്ഞ മനസ്സിൽ നന്മയുള്ള ഒരുപറ്റം ആളുകൾ ഇപ്പോഴും കൂടുതൽ ശക്തമായി ഈ മേഖലയിലേക്ക് ഇറങ്ങി. നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ എന്താ പറയേണ്ടത്, അദ്ദേഹം ഒരു നിഷ്ഠയോടെ ജീവിക്കുന്ന ഈ കാലത്ത് ഋഷി സമാനമായിട്ടൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിലും ഒരു സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഒരാളുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിലെ പാരമ്പര്യത്തെ എല്ലാം അടിച്ച് പോവച്ച് പുറത്ത് ചാടിച്ചു, നമ്മുടെ വീടടക്കം എല്ലാം മാറി അല്ലേ. പക്ഷെ നമുക്കത് ഇപ്പൊ അതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പരിഷ്കാരത്തിന്റെ നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പം അതൊരു എന്താ പറയണ്ട, ഒരു പഴങ്കഥക്കാരി അല്ലെ പഴങ്കഥക്കാരൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മടിയായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, നമുക്കെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പൊ ഒരു രോഗം വന്നാൽ അതിനുള്ള മരുന്ന് വരെ ആ വീട്ടിലുണ്ടാവുമെന്നാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ അധ്യക്ഷയായി. OFPC MD അലക്സ് PV സ്വാഗതം പറഞ്ഞു. കാർഷിക മേഖലയിൽ FPCകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ B സ്മിത ക്ലാസ് നയിച്ചു. കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് നിർവഹിച്ചു. കേരള ഗ്രോ ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇന്ന് വിത്ത് ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. നമ്മുടെ ഈ കുട്ടനാട് ഓണാട്ടുകര മേഖലയിൽ നെല്ലുൽപാദനം കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് ആവശ്യമായുള്ള വിത്ത് സംഭരിക്കുന്ന കാര്യത്തിൽ വലിയ പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 2024-25 പദ്ധതി ആ വിത്ത് കളക്ട് ചെയ്ത് അത് കർഷകർക്ക് കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. OFPC കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന D അംബുജാക്ഷി നിർവഹിച്ചു. ഇത്തരത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിവിധ നമ്മുടെ ജില്ലയിൽ നമുക്ക് ലഭ്യമായത് OFPCക്കാണെങ്കിൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ ഇത്തരം ഔട്ട്ലെറ്റുകൾ തുടങ്ങുവാൻ നമുക്ക് ഓരോ ജില്ലയ്ക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഈ ഒരു ബ്രാഞ്ചിൽ നമ്മുടെ കേരള ഗ്രോ എന്ന ഒരു ബ്രാഞ്ചിന്റെ കീഴിലാണ് വിവിധ ഉൽപ്പന്നങ്ങൾ, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വന്നിരിക്കുന്നത്. നാളികേര കർഷകർക്കുള്ള സൂക്ഷ്മ മൂലക മിശ്രിത വിതരണം ഡോക്ടർ P അനിതകുമാരി നിർവഹിച്ചു. KG സന്തോഷ്, സിന്ധു മധുകുമാർ, അനിത രാജേന്ദ്രൻ, ലീല ഗോകുൽ, ശ്രീലേഖ അനിൽകുമാർ, M ജയപ്രകാശ്, ഷിജി മാത്യു, ദീപ ആർചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. M അജി നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.